നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കേന്ദ്ര സർക്കാർ. 14 പേരുടെ അപേക്ഷകൾ അംഗീകരിച്ച് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറി. CAA-ക്കെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ പൗരത്വം നൽകിയത്. മാർച്ചിൽ വിജ്ഞാപനം ഇറക്കിയതിനു ശേഷമുണ്ടായ പ്രതിഷേധങ്ങൾക്കിടയിലാണ് CAA കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും വ്യത്യസ്ത ബജറ്റ് കൊണ്ടുവരുമെന്നും രാജ്യത്തിൻ്റെ ബജറ്റിൽ 15% കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിന് ഒരൊറ്റ ന്യൂനപക്ഷമേയുള്ളൂവെന്നും അത് അവരുടെ പ്രിയപ്പെട്ട വോട്ട് ബാങ്കാണെന്നും മോദി പറഞ്ഞു. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിച്ചത് കോൺഗ്രസ് ആണെന്നും മോദി ആരോപിച്ചു. പ്രധാനമന്ത്രി ഒരു പെരും നുണയനാണെന്ന് രാജ്യത്തിന് വളരെ നന്നായി അറിയാമെന്നും നുണ പറയുന്നതിൽ മോദി എത്രത്തോളം തരം താഴ്ന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഹിന്ദു മുസ്ലിം രാഷ്ട്രീയം കളിക്കാറില്ലെന്ന അദ്ദേഹത്തിൻ്റെ പുതിയ അവകാശവാദമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് 2024 ഏപ്രിൽ 19 മുതൽ പ്രകടമായതും നിർലജ്ജമായും മോദി എത്രമാത്രം വർഗീയതയുടെ ഭാഷയും ചിഹ്നവും ഉപയോഗിച്ചെന്നും പരോക്ഷമായ പ്രസ്താവനകൾ നടത്തിയെന്നുമുള്ള കാര്യം പൊതുജന സമക്ഷത്തിലുണ്ട്. ഞങ്ങൾ ഇക്കാര്യം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. നടപടി കൈക്കൊള്ളേണ്ടതായിരുന്നെങ്കിലും ദൗർഭാഗ്യവശാൽ അതുണ്ടായില്ലെന്നും ജയറാം രമേശ് വ്യക്തമാക്കി. താൻ മുസ്ലിം വിരുദ്ധനല്ലെന്നും കൂടുതൽ കുട്ടികളുള്ളവരെയാണ് പരാമർശിച്ചത്, മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചതല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുസ്ലിം രാഷ്ട്രീയം കളിക്കുന്നയാളല്ല താനെന്നും അങ്ങനെ വേർതിരിവ് കാട്ടിയെന്ന് വന്നാൽ പൊതു പ്രവർത്തനത്തിന് അർഹനല്ലെന്ന് സ്വയം വിലയിരുത്തി പിന്മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്കെതിരായ പരാതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ പെരുമാറ്റച്ചട്ട ലംഘന പരാതിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. കോൺഗ്രസിന്റെ പ്രചാരണം അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും രാഹുൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഖാർഗെ വ്യക്തമാക്കി. ദില്ലി പോലീസിന് ന്യൂസ് ക്ലിക്ക് കേസിൽ കനത്ത തിരിച്ചടി. പ്രബീൻ പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീൻ പുരകായസ്ഥയെ ഉടൻ വിട്ടയക്കണമെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. UAPA-ക്കൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, സമൂഹത്തിൽ സ്പന്ദ വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയാണ് പ്രബീൻ പുരകായസ്ഥയെ 2023 ഒക്ടോബർ 3 ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേരളം ഗുണ്ടകളുടെ പറുദീസയായി മാറിയെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇവരെ നിലക്ക് നിർത്താൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ലെന്നും ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയായി മാറിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. യാത്രകളിൽ ലഘുഭക്ഷണം നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുള്ള സംരംഭം ആരംഭിക്കുമെന്ന് KSRTC. ലഘുഭക്ഷണം ഉൾപ്പെടെ ഷെൽഫുകളും വെൽഡിംഗ് മെഷീനും സ്ഥാപിച്ച് വിതരണം ചെയ്യുന്നതിനായി താൽപ്പര്യമുള്ളവരിൽ നിന്നും നിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നുവെന്ന് KSRTC അറിയിച്ചു. CAA നടപ്പിലാക്കിയത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള പാഴ്വേലയുടെ ഭാഗമാണെന്നും കേന്ദ്രത്തിൻ്റേത് തെരഞ്ഞെടുപ്പ് നിയമങ്ങളുടെ ലംഘനമാണെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. CAA ഇപ്പോൾ നടപ്പിലാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർക്ക് സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയതെന്നും കോടതിയെ മറച്ചുവെച്ച് ചെയ്ത പോലെയായി ഇപ്പോഴത്തെ നടപടിയെന്നും കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ ആവശ്യമെങ്കിൽ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ ഡ്രൈവിംഗ് സ്കൂൾ സമരസമിതി വന്നിരുന്ന സമരം പിൻവലിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്ക് സ്വീകാര്യമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറായി. ഇതോടെ ഇന്നലെ നടന്ന ചർച്ചയിൽ സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരസമിതി തീരുമാനിക്കുകയായിരുന്നു. മന്ത്രി KB ഗണേഷ് കുമാറുമായും ഗതാഗത വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് പ്രശ്നപരിഹാരമായത്. ഗാർഹിക പീഡന കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പന്തീരാങ്കാവ് SHOക്ക് സസ്പെൻഷൻ. കമ്മീഷണറുടെ റിപ്പോർട്ട് പരിഗണിച്ച് SHO AS സരിനെ സസ്പെൻഡ് ചെയ്തു. ഉത്തരമേഖല IG-യുടേതാണ് നടപടി. SHOക്കെതിരെ വകുപ്പ് തല നടപടികളും ഉണ്ടാവും. ഗാർഹിക പീഡനത്തിനിരയായ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളും ഗൗരവമായി എടുത്തില്ലെന്ന് കണ്ടെത്തൽ. ഭർത്തൃവീട്ടിൽ സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ ക്രൂരമായ പീഡനം നേരിട്ടെന്നായിരുന്നു നവവധുവിൻ്റെ വെളിപ്പെടുത്തൽ.
രാഹുൽ മുൻപ് വിവാഹം കഴിച്ച കാര്യം തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് കോഴിക്കോട് പന്തീരാങ്കാവ് ഭർത്താവിൻ്റെ പീഡനത്തിന് ഇരയായ യുവതി. സൈക്കോ എന്ന രീതിയിലാണ് രാഹുൽ തന്നോട് പെരുമാറിയിരുന്നത്. രാഹുലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ഈ വിവാഹത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല എന്നും രാഹുലിന് തക്കതായ ശിക്ഷ ലഭിക്കണമെന്നും യുവതി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 5 വയസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ. ഒരാഴ്ച മുമ്പാണ് പെൺകുട്ടി കടലുണ്ടി പുഴയിൽ വേനലിൽ വറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയത്. ഇവിടെ നിന്നാണ് വൈറസ് ബാധ ഏറ്റതെന്നാണ് സംശയം. മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ കടുത്ത ജാഗ്രതയിലാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും. നട്ടെല്ലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ആണെന്ന് സ്ഥിരീകരിച്ചത്. കാസർഗോഡ് കാറടുക്ക അഗ്രികൾച്ചർ വെൽഫെയർ ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തട്ടിപ്പ് കേസ് കാസർഗോഡ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷിബു പാപ്പച്ചൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും. ഒളിവിൽ കഴിയുന്ന രതീഷിനെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ബാംഗ്ലൂരിലടക്കം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉയർന്ന പരാതികൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പരീക്ഷാ ജോയിന്റ് കമ്മീഷണർക്ക് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം. കുന്നംകുളം MJD സ്കൂൾ, തിരുവനന്തപുരം സെന്റ് തോമസ് സെൻട്രൽ സ്കൂൾ എന്നിവയ്ക്കെതിരെയാണ് പരാതിയെന്നും മന്ത്രി അറിയിച്ചു. മലപ്പുറത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഉപരിപഠനം ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും +1 സീറ്റ് ഉറപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ കാറ്റിന് സാധ്യത. ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കാൻ പാടുള്ളതല്ല. മരച്ചുവട്ടിൽ വാഹനങ്ങളും പാർക്ക് ചെയ്യരുതെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഇടവിട്ടുള്ള മഴ ഡെങ്കിപ്പനിക്ക് കാരണമാകുമെന്നതിനാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്ന് മന്ത്രി വീണ ജോർജ്. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഒരു തവണ രോഗം ബാധിച്ചവർക്ക് വീണ്ടും വന്നാൽ ഗുരുതരമാകാൻ സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിക്കണം. നീണ്ടു നിൽക്കുന്ന പനിയാണെങ്കിൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന കേസിൽ കുട്ടി പീഡനത്തിനിരയായെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. പ്രതിയെ ഇതുവരെ പോലീസ് പിടികൂടാനായിട്ടില്ല. കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ഉറങ്ങാൻ കിടന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കമ്മൽ കവർന്നതിന് ശേഷം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.